ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 20 ശ്ലോകം 7. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈഗാത്വശീതിസ്തവ ശേഷപുത്രാ തപോബലാദ്ഭൂസുരഭൂയമീയു. അവരിൽ 9 പേർ യോഗിവര്യന്മാരായി തീർന്നു. മറ്റ് 9 പേർ ഭാരതവർഷത്തിന്റെ 9 ഭൂഖണ്ഡങ്ങളെ രാജാക്കന്മാരായി പരിപാലിച്ചു. ശേഷിച്ച 81 പേരാകട്ടെ തപസ്സിന്റെ ശക്തി നിമിത്തം ബ്രാഹ്മണ ഭാവത്തെ പ്രാപിച്ചു. അപ്പൊ അതായത് ഋഷഭന്റെ 100 പുത്രന്മാരില് 9 പേര് യോഗിവര്യന്മാരായി തീർന്നു. ആ യോഗിവര്യന്മാരായ 9 പേര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രമിളൻ, ചമസൻ, കരഭാജനൻ എന്നിവരായിരുന്നു. ഇവരെയാണ് നവയോഗികൾ എന്ന പേരിൽ പ്രസിദ്ധരായി തീർന്നത്. ബാക്കി 9 പേര് ഭാരതവർഷത്തിന്റെ 9 ഖണ്ഡങ്ങളിലെ രാജാവായിട്ട് പരിപാലിച്ചു. ബാക്കി 81 പേരും ബ്രാഹ്മണ ഭാവത്തെ, അതൊരു കർമ്മം കൊണ്ടാണ് അവര് ബ്രാഹ്മണരാവുന്നത്. അപ്പൊ ആ 9 ഖണ്ഡങ്ങൾ ഭരിച്ചവർ ആരൊക്കെയാണ്? കുശാവർത്തൻ, ഇലാവർത്തൻ, ബ്രഹ്മാവർത്തൻ, ആര്യാവർത്തൻ, മലയകേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പ്രക്ക്, വിദർഭൻ, കീകടൻ എന്നിവരായിരുന്നു ആ 9 ഖണ്ഡത്തിലെ രാജാക്കന്മാര്. ഭഗവാൻ ഋഷഭനായിട്ട് അവതരിച്ചതിന് ശേഷം അതിന്റെ വരും തലമുറകളുടെ കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.